ബിലാൽ ജോൺസ് കുരിശൻ. ഇവൻ എന്ത് ചിന്തിക്കുന്നു എന്നോ പ്രവർത്തിക്കുന്നു എന്നോ പറയാൻ പറ്റും. മരുങ്ങാൻ വിഷമമുള്ള ഇനമാ. ഇവന്റെ വാപ്പായ കാണാൻ വന്ന ആചാരപടിക്കതാ ബെസ്റ്റ്. കോളനിന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണേലും പൊക്കിയിരിക്കും. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? Big Babu. കൊച്ചി പഴയ കൊച്ചിയിലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ കൊച്ചി പഴയ കൊച്ചിയിലെന്നറിയാം. ബാബുക്കുട്ടാ, ഇത് കണ്ടോ? ഇതാരാ ഇത്? എങ്കിലോ ബിലാൽ. ലവ് യു മുത്തേ. ഒരാളെങ്കിലും പറഞ്ഞത്. ബാബുക്കുട്ട, എന്തുകൊണ്ട് വിശേഷം? വിശേഷം ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്. ഞാൻ ചുമ്മാ തല്ലിയിട്ടേ ഉള്ളൂ, അല്ല ഞാൻ ഒന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അവരെ വിളിച്ചു ചോദിച്ചു. നമുക്ക് ഇപ്പൊ ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കൂ, ഇത് മമ്മൂക്ക ഇത് ഇടിച്ച് ശരിക്കാണോ? അങ്ങനെ ചോദിക്കത്തില്ല. അവനൊന്നും പറ്റിയില്ലെന്ന്. അവൻ ആശുപത്രിയില്ല, അതാണ് ഞാൻ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്നൊക്കെ തള്ളി ഇടിച്ചിട്ട് താഴോട്ടിട്ട് പിന്നെ എന്താ പറ്റുക? മറിഞ്ഞു പോയല്ലേ ബാബുക്കുട്ട? പേടിച്ചു പോയി മക്കളെ ഞങ്ങളൊക്കെ. അയ്യോ, അവനൊന്നും പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചുമ്മാ കള്ളൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. ഇത് ടോപ്പ് സിംഗറിന്റെ മമ്മൂക്കയാണ്, സ്വന്തം മമ്മൂക്ക. മെഗാസ്റ്റാർ. ഇപ്പൊ വേറെ കാര്യമുണ്ട്, ബാബുക്കുട്ടനെ കണ്ടിട്ട് പെമ്പിള്ളാരെല്ലാം പുറകെയാ. ഈ ഫോൺ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക. ബാബുക്കുട്ടന്റെ നമ്പർ തരുമോ? ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ അവന്റെ നമ്പർ. ബാബുക്കുട്ടന്റെ നമ്പർ അല്ല, എനിക്ക് നമ്പർ ഇല്ല, എനിക്ക് ഫോണും ഇല്ല. അച്ഛനില്ലേ? ഈ എം ജി സാർ ഇപ്പൊ ചെയ്യണം എന്താണെന്നറിയോ? ഈ ഇങ്ങനെയുള്ള കോൾ വരുമ്പോ അതേ ബാബുക്കുട്ടൻ സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അവര് ഞാനിപ്പോ എന്തോ ചെയ്യാനാ? എന്നെ വിളിച്ചു കഴിഞ്ഞ് ബാബുക്കുട്ടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആണെന്ന് പറയും. അവരെ വിഷമിപ്പിക്കണ്ടല്ലോ. എന്തായാലും ബാബുക്കുട്ട ഇടി കുറച്ച് കൂടിപ്പോയി കേട്ടോ. അവനെ ആ ഭിത്തിയോട് ചേർത്ത് വെച്ച് വീഡിയോ എടുത്ത് കൂടിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം ഒരു പെൺകൊച്ചിനെ ശല്യപ്പെടുത്തിയവൻ. ഇത്തവണ ഒരു പയ്യനെ എന്തൊക്കെ അട്രോസിറ്റീസ് ആണ്. വാട്ട് ഇസ് ദിസ് മാൻ? അത് വിഡ്വിയുടെ സിനിമയുടെ ഐഡിയ അല്ല, ഞാൻ ചുമ്മാ അത് ആവർത്തിയിട്ടല്ല ഞാൻ ചെയ്തു. ആവർത്തിച്ചെന്ന് വെച്ചാൽ രണ്ടിടി കൊടുത്തോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരിടി തന്നെ ആ ചെറുക്കം ആ പടിയെല്ലാം കൂടി ഉരുണ്ട് താഴെ വന്നത്. എനിക്കൊന്നും അറിഞ്ഞൂടാ, എന്തോ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഒരാള് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിരിപ്പുണ്ട്, മിയക്കുട്ടി. ഞാൻ വെളി വെച്ച് കണ്ടായിരുന്നല്ലോ. പക്ഷെ എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു എനിക്ക് എന്റെ ജീവനാന്ന് പറഞ്ഞു ബാബുക്കുട്ടൻ. ഞാൻ മമ്മൂക്കയല്ലേ, അതുകൊണ്ടാ. മിയക്കുട്ടി ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പൊ ബാബുക്കുട്ടിന് വേണ്ടി ഒരു 2 വരി പാടിക്കൊടുത്തേ. ഏതെങ്കിലും ആയിക്കോട്ടെ. തേനും വയമ്പും നാവിൽ തൂവും വാനം വാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം വാടി, രാഗം ശ്രീരാഗം
വാനമ്പാടി. ആഹാ ആഹാ. ഈ കുട്ടി കലക്കി. അടിപൊളിയാ. ആ. Thank you. മൂസികർ സീസൺ 2-ലും സീസൺ 1-ലൊക്കെ കണ്ടിട്ടോളാം. സീസൺ 1 കാണാൻ വഴിയില്ല. സീസൺ 1-ൽ ഞാനല്ല, അവൻ സ്വപ്നം കാണുന്നത്. 2-ല് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട് ബാബുക്കുട്ടൻ. ആ. കണ്ടിട്ട് എന്ത് തോന്നി അന്ന്? വിന്നർ ആയതല്ലേ, ആ വിന്നറാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഷോയിൽ വന്നത്. അങ്ങനെയാണ്. എടാ ഭീകരാ. മാത്രമല്ല അവൻ വെളി വെച്ചേ മിയക്കുട്ടി നടന്നു പോയപ്പോ പാടി എന്താന്നറിയോ? എന്തുവാ? ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ. ഇല്ല. ഇല്ല അവൻ എന്തായാലും മിയക്കുട്ടിക്ക് വേണ്ടി അത് പാടും അവൻ. കേക്കൂലോ കേക്കൂലോ. എല്ലാവർക്കും വേണ്ടി പാടും. അതിനിടെ കൂടെ മിയകുട്ടിയും കേക്കും. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ മക്കളെ നമുക്ക് പാടിയാലോ? അതെ. പാടാ. ഐ ലവ് യു ചക്കര. താങ്ക് യു മുത്തേ. All the best. Okay. Oh, okay. ഇരിക്കട്ടെ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. നാലു നീല പന്തലിട്ടു വാനിലമ്പിളി, നാഗസ്വരമേളമിട്ടു പാതിരാക്കിളി. നാലു നീല പന്തലിട്ടു വാനിലമ്പിളി, നാഗസ്വരമേളമിട്ടു പാതിരാക്കിളി. ഈഴയായി രാഗലോലയായി ഇന്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു. ഈഴയായി രാഗലോലയായി ഇന്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു. കുണുങ്ങി നിന്നു, മുന്നിൽ കുണുങ്ങി നിന്നു. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. താളമാണവൾ, ജീവരാഗമാണവൾ, താലി ചാർത്തും ഞാനവൾക്കേ നീലരാവിൽ. താളമാണവൾ, ജീവരാഗമാണവൾ, താലി ചാർത്തും ഞാനവൾക്കേ നീലരാവിൽ. താലി ചാർത്തും ഞാനീ നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. താങ്ക് യു. ബാബുക്കുട്ട ആ
സബഷ്. താങ്ക് യു. ബാബുക്കുട്ടന്റെ ഈ പ്രായം, ചെറു പ്രായത്തിൽ ഈ പാട്ട് എന്താ ഫീല്? ചില സ്ഥലങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന ആ സംഗതി, ആ ഫീലും ആ മുഖത്തെ എക്സ്പ്രഷനും ഒക്കെ കാണുമ്പോൾ സത്യത്തില് ഞെട്ടിപ്പോയി. ശരി. കാരണം വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു. ശരി, അതല്ലേ കറക്റ്റ് നീ അല്ലേ? വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം പാട്ട് ഇങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് അത് ഈ പ്രായത്തിൽ പാടാൻ പറ്റുന്നതിന്റെ പരമാവധി പാടിയിട്ടുണ്ട്. ബാബുക്കുട്ട, എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടത്? ബാബുക്കുട്ടന് ഇപ്പൊ ഞാൻ എന്ത് തരുമെന്ന് ആലോചിക്കാം. മാർക്കിന്റെ ഉദ്ദേശമാണോ? മാർക്കല്ല, അല്ലാതെ ഇപ്പൊ എന്ത് ഉദ്ദേശിച്ചാണോ ആണെങ്കിലും മാർക്കിനെ ഉദ്ദേശമല്ല. ആഗ്രഹം പറഞ്ഞോ? ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാരേ. ഓക്കെ, ബാബുക്കുട്ടന്റെ ഈ ഇമ്പ്രൂവ്മെന്റിന് ആ. ഒരു ദക്ഷിണ അടുത്ത തവണ വരുമ്പോഴും ഇതുപോലെ ദേ അങ്കിളുടെ ഇത് വാങ്ങിക്കണം കേട്ടോ. എല്ലാവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി. ആ, എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കണം. എല്ലാവരുടെയും അടിച്ചു പറ്റിട്ടേ ഞാൻ പോകൂ. അണ്ണാ ഇങ്ങ് വാ അണ്ണാ. മക്കളെ ചക്കരെ ഉഗ്രായിട്ട് പാടിയതാ, ആസാദായിട്ട് പാടി. എനിക്ക് കുറെ അങ്ങ് ഇഷ്ടമായി. ഞാൻ ആദ്യം മക്കളുടെ അടുത്തൊരു സത്യം പറയട്ടെ. മോൻ ഇവിടെ വന്ന് മറ്റേ പയ്യനെ കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് ഇടിച്ചിട്ടു, ഇവിടെ വില്ലന്മാരെ പോലെ വന്ന് ആകെ പ്രശ്നപ്പോ ഞാനിങ്ങനെ പേടിച്ചിരിക്കുക. അയ്യോ ഈ കുഞ്ഞ് ഇത്ര ഇടിയൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് പാടുവോ? പക്ഷെ നീ അസാധ്യമായിട്ട് പാടി, ഉഗ്രായിട്ട് പാടി. ചരത്തങ്ങളുടെ അവിടെ ഇനി ഇതിന്റെ ഇടയിൽ കൂടെ എണീറ്റ് വരാനായിട്ട് മോനൊന്ന് വന്നേ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമാ നിന്റെ ഒരു രക്ഷയില്ല. എന്താ പറയണ്ടെന്നുള്ളതാണ്. ലോകത്തെമ്പാടുമുള്ള ഫാൻസിന്റെ കൂട്ടത്തിലേക്ക് ഞാനും കൂടെ ഉണ്ട്, മോന്റെ ഫാനായിട്ട്. കുറച്ച് ജർമ്മൻ ഡോളേഴ്സ് ചോദിക്കും മക്കളെ. ജർമ്മനി ഡോളർ ഇല്ല അണ്ണാ. ഇപ്പൊ മോൻ ഇങ്ങനെ വന്നു, മോന്റെ കുറെ നമ്പറുകളുണ്ട്. ഇപ്പൊ ബിഗ് ബിയുടെ നമ്പര്, മമ്മൂക്കയുടെ സംഭവം. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ പുതിയൊരാൾ മോനെ കാണുകയാണെങ്കിൽ ആയിരിക്കും ഓക്കെ ഈ മോൻ ഭയങ്കര സ്മാർട്ടാണ്. പക്ഷെ അതൊന്നും അല്ല, അതിനപ്പുറം മോനൊരു നല്ല മ്യൂസിഷ്യനാണ്. ഓക്കേ, താങ്ക് യു. ഞാൻ ഈ പറയുമ്പോ ഇവൻ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അതിനിടെ കൂടെ മിയക്കുട്ടിക്കിട്ട് വലിച്ചോണ്ടിരിക്കുക ഒരു കയറ്. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ ഓക്കെ താങ്ക് യു. ഒരു രക്ഷയില്ലടാ. കൊച്ചിനാ പൈസ കിട്ടിയത് വലിയൊരു ഭാരമായി പോകുന്നു. അത് എണ്ണിക്കൊണ്ടിരിക്കുക കൃത്യമായിട്ട്. എണ്ണിക്കൊണ്ടിരിക്കുവല്ല, പോക്കറ്റ് വെക്കാൻ. ആരും കാണണ്ട. ശരിയാ. ഓരോ പൈസ കൊണ്ട് എന്ത് ചെയ്യും? എന്താണ് ചെയ്യാൻ എന്നാ വാങ്ങുന്നേ ബാബുക്കുട്ട? അമ്മയ്ക്ക് വല്ല സാധനങ്ങളൊക്കെ വാങ്ങും. അടിപൊളി, അടിപൊളി. എനിക്ക് ഇഷ്ടമായി മോനെ നിന്നെ. ആദ്യം അവൻ പറഞ്ഞ അമ്മയ്ക്ക് മേടിച്ചു വെച്ചു ഹൃദയത്തിലെട്ടോ. വലിയ ആളാവും കേട്ടോ, വലിയ ആളാവും. ദൈവത്തിന്റെ സ്പെഷ്യൽ കരസ്പർശമുള്ള കുട്ടിയാണ് മക്കള്.